അപ്പം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മൾ പൂർണ്ണമായിട്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം തേടി നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു ചെറിയ വിചിന്തനം നടത്തുവാണ്. ശരിക്കും ഇത് ക്രിസ്ത്യാച്ചനെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ ഒരു പദ്ധതി ഞാനും ക്രിസ്ത്യാച്ചനോട് ധ്യാനിപ്പിക്കുന്നുണ്ട്. ഇപ്പം ധ്യാനത്തിന്റെ ഇന്ന് വൈകുന്നേരത്തെ ധ്യാനം കഴിഞ്ഞ ഉടനെ ഞാനിപ്പം മുറിയിലേക്ക് വന്നതാണ്. എന്തായാലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശരിക്കും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്, നമുക്കറിയാം. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിന്റെ ആത്മാവാണ്. അപ്പം വചനം പറയുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തമ്പുരാൻ ശിഷ്യരോട് പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനും സമരിയായാലും ഭൂമിയിലെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവിനെ ഈശോ തന്റെ ശിഷ്യർക്ക് നൽകുന്നത് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷമാണ്. ഉദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ജ്വലിച്ചാണ് സ്ലീഹന്മാർ അനേകം വ്യക്തികളിലേക്ക് വിശ്വാസത്തിന്റെ തീ കൊളുത്തിയത്. അപ്പം പ്രത്യേകമായിട്ടും ഇഗ്നേഷ്യസ് ലയോള 3 തരം ആത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. 3 തരത്തിൽ ആത്മാക്കളുണ്ട്, അല്ലെങ്കിൽ 3 ആത്മാക്കളുണ്ട്. ഒന്ന് നല്ല ആത്മാവ്, ഗുഡ് സ്പിരിറ്റ്. അത് ഇഗ്നേഷ്യസ് ലയോള പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. 2 ഈവിൾ സ്പിരിറ്റ്, അല്ലെങ്കിൽ അപ്പം അത് തിന്മയുടെ ദുരാത്മാവാണ്. 3 ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യാത്മാവ്. ഇപ്പം മനുഷ്യാത്മാവ് നമ്മളെല്ലാം മനുഷ്യാത്മാക്കളാണ്. അപ്പം പ്രധാനമായിട്ടും ഈ 3 ആത്മാക്കളുടെയും പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ, ഈ ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യ ആത്മാവ് നല്ല ആത്മാവിനാലോ അല്ലെങ്കിൽ ദുഷ്ട ആത്മാവിനാലോ സ്വാധീനിക്കപ്പെടാം, അല്ലെങ്കിൽ നയിക്കപ്പെടാം. അപ്പം ഇതിനെ ഒരു ചെറിയൊരു ഉദാഹരണത്തോടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹ്യൂമൻ സ്പിരിറ്റ് ഒരു 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞാണെന്ന് വിചാരിക്കുക. അതേസമയം ഈവിൾ സ്പിരിറ്റ് ഒരു പിള്ളാരപ്പിടുത്തക്കാരനാണെന്ന് വിചാരിക്കുക. അപ്പം അതേസമയം ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഗുഡ് സ്പിരിറ്റ് അമ്മയാണ് എന്ന് വിചാരിക്കുക. അപ്പം ഈ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും, അവരടങ്ങിയിരിക്കില്ല. അവർ അതിലൊക്കെ ഓടി കളിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അവരുടെ ജീവിതവും അവരുടെ ചുറ്റുമുള്ള ലോകവും അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അപ്പം ഇവരെ നിയന്ത്രിക്കാൻ ആരെങ്കിലും എപ്പോഴും വേണം. അപ്പം അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും അപകടത്തിലാവും. അവർ എവിടെയെങ്കിലുമൊക്കെ പോയി അവർ അപകടത്തിലാവും. ഇതാണ് ഹ്യൂമൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ മനുഷ്യ ആത്മാവ് തൻ്റെ തന്നെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും യുക്തി കൊണ്ടും നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അപകടത്തിലേക്ക് ചാടും. ഈ കുഞ്ഞ് അവന്റെ ഫ്രീഡത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ കതക് തുറന്ന്, അല്ലെങ്കിൽ തുറന്നു കിടക്കുന്ന കഥയിൽ അവൻ പുറത്തേക്ക് പോയി അവന് വണ്ടി വരും. അപ്പം അവൻ അറിയാതെ തന്നെ അവൻ അപകടത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇതേ സമയം ഈ കുഞ്ഞ് ഏതെങ്കിലും ഒരു പിള്ളാരപ്പിടുത്തക്കാരൻ്റെ, ഒരു അബ്യൂസറിന്റെ കയ്യിൽ എത്തുകയാണെന്ന് വിചാരിക്കുക. ഈ അബ്യൂസർ എപ്പോഴും അവനെ ആകർഷിക്കുന്ന ഒരു രീതിയിലായിരിക്കും ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് ഈ വ്യക്തിയാൽ ആകർഷ്ടനായി ഈ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു. ഈ വ്യക്തി പതുക്കെ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ഒരിക്കലും കുഞ്ഞിനെ പരിപാലിക്കാനായിട്ടല്ല, കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ടാണ്. കുഞ്ഞിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അവൻ ചിലപ്പോൾ ഭിക്ഷയ്ക്ക് ഇരുത്തും, അല്ലെങ്കിൽ പതുക്കെ ആ കുഞ്ഞിന്റെ ജീവൻ നശിക്കുന്നത് വരെ ആ കുഞ്ഞിനെ അവൻ ഉപദ്രവിക്കും. അപ്പോൾ ഇതാണ് എല്ലാ തിന്മയുടെ ദുരാത്മാക്കളാൽ നയിക്കപ്പെടുന്ന ഒരു ആത്മാവ്. ആ തിന്മയുടെ ദുരാത്മാവ് അല്ലെങ്കിൽ പിശാച് ഒരു വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്നത് പാപത്തിന്റെ സുഖ സന്തോഷങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. ഈ കുഞ്ഞിനെ ഒരു പിള്ളാരപ്പിടുത്തക്കാരൻ പ്രലോഭിപ്പിക്കുന്നത് ചിലപ്പോഴൊരു മിഠായി കൊടുത്തിട്ടായിരിക്കും,
അല്ലെങ്കിൽ ബലൂൺ കാണിച്ചിട്ടായിരിക്കും, ഈ കുഞ്ഞിന് ആകർഷ്ടമായ ഏതെങ്കിലും കാര്യങ്ങൾ കാണിച്ചിട്ടായിരിക്കും. ഇതുപോലെ തന്നെ തിന്മയുടെ ദുരാത്മാവ് നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരും. അതുകൊണ്ടാണ് പിശാച് പ്രലോഭകൻ എന്ന് വിളിക്കപ്പെടുന്നത്. അവൻ നമ്മളെ പ്രലോഭിപ്പിക്കും. അപ്പൊ ഈ പ്രലോഭനത്തിൽ വീണ് ഈ പ്രലോഭകന്റെ കൂടെ ഇറങ്ങി പോകുന്ന ഒരു വ്യക്തിയുടെ അവസാനം ഈ പിള്ളാരപ്പിടുത്തക്കാരന്റെ കയ്യിൽ കിട്ടിയ കുഞ്ഞിനെ പോലെയാവും. ഇനി പരിശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അമ്മയെ പോലെയാണ്. ഈ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മ, ഈ അമ്മ ഈ കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ട് അമ്മ കിച്ചണിലാണെന്ന് വിചാരിക്കുക. അമ്മയുടെ ശരീരം അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ കംപ്ലീറ്റ് അല്ലെങ്കിൽ അമ്മ പൂർണ്ണമായിട്ടും ആ കുഞ്ഞിന്റെ കൂടെ ആയിരിക്കും. അപ്പം കുഞ്ഞ് ചെറുതായി ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായി ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിയ കുഞ്ഞിന്റെ അടുത്തേക്ക് വരും. ഇതേപോലെ തന്നെ ഈ കുഞ്ഞ് തീ കാണുമ്പോൾ ചിലപ്പോൾ പിടിക്കാനായിട്ട് കുഞ്ഞിന് ഒരാഗ്രഹം തോന്നും. അപ്പം ഈ അമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മമാര് ചിന്തിക്കുവോ, എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് പറയുന്ന ഒരു ആഗ്രഹമാണ് തീയിൽ പിടിക്കാൻ, അപ്പൊ പിടിച്ചോട്ടെന്ന് പറയുമോ? ഇല്ല. കാരണം ഈ തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന് അമ്മയ്ക്കറിയാം, കുഞ്ഞിന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമ്മ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് പൂർണ്ണമായിട്ടും അവളെ തന്നെ കൊടുക്കുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഈശോ നമുക്ക് തരുന്നത് സഹായകനായിട്ടാണ്, നമ്മെ സഹായിക്കാൻ, എല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് തരുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹ പറയുന്നത് നമ്മുടെ ആത്മാവിൽ പതിപ്പിക്കപ്പെട്ട മുദ്രയാണ് പരിശുദ്ധാത്മാവെന്നാണ്. അപ്പോൾ ഈ മുദ്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ബെൻസിന്റെ കാർ നമ്മൾ കാണുമ്പോൾ ഈ ബെൻസിന്റെ മുദ്ര നമ്മൾ കാണുന്നു. ആ മുദ്ര ഉള്ളത് കൊണ്ട് തന്നെ ആ കാർ ബെൻസ് കമ്പനിയുടേതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇതുപോലെയാണ് പൗലോസ്ലീഹ പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മളിൽ പതിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മാമോദിസ സ്വീകരിച്ചപ്പോഴും ജ്ഞാനസ്നാനം മാമോദിസയും സ്ഥൈര്യലേപനം സ്വീകരിച്ചപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്ര നമ്മുടെ ആത്മാവിൽ പതിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മാമോദിസ വഴി ഒരു വ്യക്തിയിൽ വരുന്ന ഈ മുദ്ര ഇൻഡെലിബിൾ ആണ്, മായ്ക്കപ്പെടാൻ സാധിക്കാത്ത. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ മുദ്ര മായ്ക്കാൻ പറ്റില്ല. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്ര നമുക്ക് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ ഈശോ പ്രസന്റ് ചെയ്യുന്നത് ശക്തിയായിട്ടല്ല, മുദ്രയായിട്ടല്ല. ഈശോ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈശോ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. അവൻ വരുമ്പോൾ, അതാണ് ഈശോ പറയുന്നത്, അവൻ വരുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ തൃത്വത്തിലെ 3ാമത്തെ വ്യക്തിയാണ്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ കൺട്രോളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തരും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നമ്മുടെ ജീവിതം നിറയും. പരിശുദ്ധാത്മാവിന് ദാനങ്ങളുണ്ട്, 7 ദാനങ്ങളുണ്ട്, 12 ഫലങ്ങളുണ്ട്, 9 വരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? എല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ എന്നുള്ള 12 ഫലങ്ങൾ. ഈ ഫലങ്ങളാണ് ഈശോയുടെ ജീവിത പ്രകൃതി, അല്ലെങ്കിൽ ഈശോയുടെ നേച്ചർ. ഈ ഫലങ്ങളായിരുന്നു 12 ഫലങ്ങൾ. ഈ 12 ഫലങ്ങളാൽ നമ്മുടെ ജീവിതം നിറയാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നത് എനിക്ക് തന്നിരിക്കുന്ന സമയം കഴിഞ്ഞു. അപ്പം പ്രത്യേകമായിട്ടും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര, പരിശുദ്ധാത്മാവ്, സ്വർഗത്തിലെ പിതാവ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മളിൽ എല്ലാവരിലും പതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴീ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജ്വലിക്കാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അമ്മയെ പോലെയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തിന്മയായിട്ടുള്ള ഒന്നും, പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ തിന്മ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല. നമ്മൾ ആ തിന്മയുടെ അടുത്തേക്ക് കടന്നു ചെല്ലാനും പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല. പരിശുദ്ധാത്മാവ് അതിനേക്കാൾ ഏറ്റവും ഉപരി നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സ്നേഹവും സന്തോഷം കൊണ്ട് നിറയ്ക്കും. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിനായി ദാഹിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
ഷുവെ അറിവീർമീഷ് ബറിയാർ അരി ആരി അറിമീഷ് ആലി ആരി 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 ആറിയ ഷുവെ ആലലൂയ ആലലൂയ ആലലൂയ. ഈശോയെ, ഈ കൂട്ടായ്മയുള്ള ഓരോ വ്യക്തിയിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയ്ക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും സൗഖ്യപ്പെടുത്തണമേ. രോഗത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ആലലൂയ ആലലൂയ. പാപത്തിന്റെ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും തിരുരക്തത്തിന്റെയും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.